അപ്പം നമ്മൾ ഇനി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ കീ പോയിന്റ്സിലോട്ടാണ് പോകുന്നത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതോടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, റാഷണൽ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് വേണമെന്നുള്ളവർക്ക് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ് ക്രാഷ് കോഴ്സ് ഫെബ്രുവരി 5th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അഡ്മിഷൻ എടുക്കേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതിന്റെ അനാട്ടമിയാണ് ആദ്യം പോകുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തില് രണ്ട് പാർട്ടാണുള്ളത്, ഒന്ന് ഹാർട്ടും പിന്നെ ബ്ലഡ് വെസൽസും. അപ്പൊ ആദ്യം നമുക്ക് ബ്ലഡ് വെസൽസ് നോക്കാം. ബ്ലഡ് വെസൽസ് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്, ആർട്ടറീസും വെയിൻസും അല്ലെ, അല്ലെങ്കിൽ ആർട്ടറിയും വെയിനും. ആർട്ടറി എന്ന് പറഞ്ഞാല് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ്. വെയിൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടെത്തിക്കുന്നതാണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പൾമോണറി വെയിനും പറയാം, നമ്മുടെ ഇൻഫീരിയർ വെയിനോക്കോവയും സുപ്പീരിയർ വെയിനോക്കോവയും പറയാം. അപ്പൊ ഹാർട്ടിലോട്ട് ബ്ലഡ് എത്തിക്കുന്നത് വെയിനും, ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ആർട്ടറിയാണ്. ഇനി പറഞ്ഞങ്ങ് പോവാണേ. മെയിൻ ആയിട്ട് ഇതിന്റെ വാളിന് 3 ലെയേഴ്സ് ആണുള്ളത്. ട്യൂണിക്ക അഡ്വെന്റീഷ്യ ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടും, മീഡിയ സ്മൂത്ത് മസിൽ ടിഷ്യൂവും ഇലാസ്റ്റിക് ടിഷ്യൂ ഉണ്ട്. അത് വലിയ ബ്ലഡ് വെസൽസ് ആണ് ഇലാസ്റ്റിക് ടിഷ്യൂവും, ചെറിയ ബ്ലഡ് വെസൽസ് ആർട്ടീരിയോൾസ് ആണെങ്കിൽ എന്താ പറയുക സ്മൂത്ത് മസിൽ ടിഷ്യൂ ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഇൻഡിമ, ട്യൂണിക്ക ഇൻഡിമ അല്ലെങ്കിൽ എൻഡോത്തീലിയം എന്നും പറയും, സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. റെസിസ്റ്റൻസ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് വെസലാണ് ആർട്ടീരിയോൾ. അതുകൊണ്ട് തന്നെ ആർട്ടീരിയോൾസിനെ റെസിസ്റ്റൻസ് വെസൽസ് എന്നും അറിയപ്പെടും. വെയിന്റെ വേറൊരു പേരാണ് എന്താ പറയുന്നത് കപ്പാസിറ്റൻസ് വെസൽസ് എന്ന് പറയും. കപ്പാസിറ്റൻസ് വെസൽസ് എന്നറിയപ്പെടുന്നത് വെയിനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമീറ്റർ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ അഡ്ജസ്റ്റ്മെന്റ് പ്രധാനമായിട്ട് നടക്കുന്നത് വാസോ മോട്ടോർ സെന്റർ ഇരിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലാണ്. ഇനി ഹാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റഫ്ലി കോൺ ഷേപ്ഡ് ഓർഗൻ ആണ്, ഹോളോ മസ്കുലാർ ഓർഗൻ ആണ് അല്ലെ, പൊള്ളയായിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ഏകദേശം ഒരു 300 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. മീഡിയാസ്റ്റിനം എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്, 2 ലങ്സിനിടയ്ക്കാണ് ഹാർട്ട് ഇരിക്കുന്നത്. ഹാർട്ടിന്റെ വാളെടുത്താലും ഈ 3 ലെയറുകളുണ്ട്. ഏറ്റവും പുറത്തുള്ള ലെയറിനെ പെരികാർഡിയം എന്നും, നടുക്കുള്ള ലെയറിനെ മയോകാർഡിയം എന്നും, ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെ എൻഡോകാർഡിയം എന്നും പറയും. എൻഡോകാർഡിയം സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടും, മയോകാർഡിയം സ്പെഷ്യൽ മസിൽ ടിഷ്യൂ ആണ്, ഇൻവോളണ്ടറി മസിൽ ടിഷ്യൂ ആണ്. ഏറ്റവും പുറത്തുള്ളത് പെരികാർഡിയം. അതിനകത്തിൽ എന്താ പറയുക ഏറ്റവും പുറത്ത് ഫൈബ്രസ് ആക്കും. പിന്നെ 2 ലെയറുകൾ, പെറൈറ്റൽ ലെയർ, വിസറൽ ലെയർ, ഇടയ്ക്ക് ചെറിയൊരു സ്പേസും ഉണ്ടാവും. പെരികാർഡിയം സ്പേസ് അവിടെ ചെറിയ രീതിയിൽ 5 to 20 ml ഫ്ലൂയിഡും ഉണ്ടാവും. ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 4 ചേമ്പേഴ്സ് ആണ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ 4 ചേമ്പേഴ്സ് ഉണ്ട്. ഹാർട്ടിന് 4 വാൽവ്സ് ഉണ്ട് അല്ലെ, റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് അല്ലെങ്കിൽ ട്രൈകാസ്പിഡ് വാൽവ്, ലെഫ്റ്റ് സൈഡിൽ ബൈകാസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്, പിന്നെ 2 സെമി ലൂണാർ വാൽവ്സ്, ഒന്ന് പൾമോണറി വാൽവും പിന്നെ അയോട്ടിക് വാൽവ്, അങ്ങനെ 4 വാൽവുകളുണ്ട്. പിന്നെ വേറെ എന്താണ്, ഹാർട്ടിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. ഏകദേശം കാർഡിയക് ഔട്ട്പുട്ടിന്റെ 5% റിസീവ് ചെയ്യുന്ന ഹാർട്ടിലോട്ടാണ്. കൊറോണറി ആർട്ടറിക്ക് മെയിനായിട്ട് 2 ബ്രാഞ്ചുകൾ, റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി വീണ്ടും ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി LAD എന്നും, പിന്നെ സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് 2 ബ്രാഞ്ചുകളായിട്ട് തിരിയും. LAD പ്രധാനമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിനെ വിഡോ മേക്കിംഗ് ആർട്ടറി എന്നും അറിയപ്പെടും. പിന്നെ എടുത്തു പറയേണ്ട ചില പോയിന്റുകൾ, സ്ട്രോക്ക് വോളിയവും കാർഡിയക് ഔട്ട്പുട്ടും. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ ഇൻ 1 കൺട്രാക്ഷൻ അല്ലെങ്കിൽ 1 ബീറ്റ് ആണ്. ഒരു ബീറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിനെയാണ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം 70 ml ആണ് നോർമൽ സ്ട്രോക്ക് വോളിയം. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ 1 മിനിറ്റിലാണെങ്കിൽ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ ഇൻ 1 ഫുൾ മിനിറ്റ്, അതിനെയാണ് എന്ന് പറയുന്നത് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 5 ലിറ്റർ ആണ് നോർമല്. അത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതിനെ കാർഡിയക് റിസർവ് എന്ന് പറയും. ഏകദേശം 25 ലിറ്റർ വരെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂട്ടാൻ സാധിക്കും. അതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് മാക്സിമം കാർഡിയക് ഔട്ട്പുട്ട്, അതിനാണ് കാർഡിയക് റിസർവ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് പറയാൻ വിട്ടു പോയിന്റ് കാർഡിയക് സൈക്കിൾ ആണ്. കാർഡിയക് സൈക്കിൾ എടുക്കുന്ന സമയം 0.8 സെക്കൻഡ് ആണ്. 3 ഫേസുകളാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ 3 സ്റ്റേജുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏട്രിയൽ സിസ്റ്റോൾ, കൺട്രാക്ഷൻ ഓഫ് ദി ഏട്രിയ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, കൺട്രാക്ഷൻ ഓഫ് ദി വെൻട്രിക്കിൾ, പിന്നെ കാർഡിയക് ഡയസ്റ്റോൾ, കംപ്ലീറ്റ് കാർഡിയക് ഡയസ്റ്റോൾ അല്ലെങ്കിൽ റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് മസിൽസ്. ഇത് 3 ചേരുന്നതിനാണ് എന്ന് പറയുന്നത് കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ കംപ്ലീറ്റ് ആയി.
പിന്നെ എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സൗണ്ടുകളാണ്. S1 S2 സൗണ്ട്, ലെഫ്റ്റ് അപ്പ് സൗണ്ട്. S1 സൗണ്ട് കാണിക്കുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ്. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ ക്ലോഷർ ആണ്. സെമി ലൂണാർ വാൽവ്സിന്റെ ക്ലോഷർ കാണിക്കുന്നത് എന്താണ്? S2 സൗണ്ട് ആണ്. അത് സൂചിപ്പിക്കുന്നത് S2 സൗണ്ട് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹാർട്ട് സൗണ്ടും അങ്ങനെ ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 to 100 റേഞ്ചിൽ വരും. പിന്നെ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് അതിന്റെ ബ്ലഡ് വെസലിന്റെ വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. 120/80 ആണ് നോർമൽ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പൾസ് പ്രഷർ എന്ന് പറയും. ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അതുപോലെ ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൾസ് ഡെഫിസിറ്റ്. എപ്പിക്കൽ പൾസും പെരിഫറൽ പൾസും എസ്പെഷ്യലി റേഡിയൽ പൾസും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പെരിഫറൽ വാസ്കുലർ ഡിസോർഡേഴ്സിൽ ലൈക്ക് എന്താ പറയുന്നത് റെയ്നോൾഡ്സ് ഡിസീസ്, ബർഗേഴ്സ് ഡിസീസ്, പിന്നെ എരിത്മിയാസിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എസ്പെഷ്യലി ഷോർട്ട് ടൈം BP മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഫാക്ടറാണ് ബാരോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് കരോട്ടിഡ് ആർട്ടറിയിലും ആർച്ച് ഓഫ് അയോട്ടയിലുമാണ് ഇരിക്കുന്നത്. നമുക്കിനി ECG ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കീ പോയിന്റ്സ് നോക്കാം. അതിന് മുമ്പ് കണ്ടക്ടിങ് സിസ്റ്റം. നമുക്കറിയാം ഹാർട്ടിന് സ്വന്തമായിട്ടൊരു വയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് SA നോഡും AV നോഡും പ്രധാനമായിട്ട് അല്ലെ. SA നോഡിനെ പ്രൈമറി പേസ് മേക്കർ എന്നും AV നോഡിനെ സെക്കൻഡറി പേസ് മേക്കർ എന്നും അറിയപ്പെടും. അതൊക്കെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. SA നോഡിന്റെ ഫയറിംഗ് കപ്പാസിറ്റി ഏകദേശം 60 to 100 ബീറ്റ്സ് ആണ്. നേരെ മറിച്ച് AV നോഡിന്റെത് 40 to 60 ആണ്. പർക്കിൻജെ ഫൈബേഴ്സിന്റേത് 20 to 40 ആണ് ഫയറിംഗ് കപ്പാസിറ്റി. അപ്പൊ ഇതൊക്കെ ക്വസ്റ്റനിൽ ചോദിക്കാം. പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് ECGയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ കടത്തിവിടുന്ന ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഓസിലോസ്കോപ്പിലോട്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതിനാണ് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചിട്ട്. അതിനെ നമ്മൾ ECG എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ കുറെ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. PQRST. ഇതിനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ക്വസ്റ്റനിൽ വരാം. P വേവ്സ് എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചാൽ, അല്ലെങ്കിൽ P വേവ്സ് ഇൻഡിക്കേറ്റ് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ. QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് കാണിക്കുന്നത്. T വേവ്സ് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. മാറിപ്പോരുത്, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് T വേവ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ U വേവ് നോർമലായിട്ട് ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ U വേവ് കാണിക്കുന്നത് പർക്കിൻജെ ഫൈബേഴ്സിലെ റീപോളറൈസേഷൻ ആണ്. ഡോമിനേറ്റ് ചെയ്ത് വന്നാൽ അത് ഹൈപ്പോകലീമിയയുടെ ഒരു പ്രധാനപ്പെട്ട ECG ചേഞ്ച് ആണ്. പ്രോമിനന്റ് U വേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യന്റെ. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഹൈപ്പർ കലീമിയയിൽ ടോൾ പീക്ഡ് T വേവ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ECG ചേഞ്ച് എന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ പ്രത്യേകിച്ച് PR ഇന്റർവെൽ 0.12 to 0.20 സെക്കൻഡ് ആണ് നോർമൽ PR ഇന്റർവെൽ എന്ന് പറയുന്നത്. അതൊക്കെ പ്രാധാന്യമുണ്ട് ഇതിന്റെ ഗ്യാപ്പുകൾക്ക്. ഇനി ആ ECG വെച്ചിട്ട് നമുക്ക് ഹാർട്ട് ബ്ലോക്ക് കൂടെ മനസ്സിലാക്കാം. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിങ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറാണ്. എസ്പെഷ്യലി പ്രൈമറി പേസ് മേക്കറായ SA നോഡിന് ഉണ്ടാകുന്ന ഫാൾട്ടുകൾ ഉണ്ടാകുന്ന കണ്ടക്ടിങ് സിസ്റ്റത്തിന്റെ തകരാറിനാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ളത് അറിയാം, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അതിന്റെ സിവിയാരിറ്റി വെച്ചിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട ECG വെച്ചിട്ട് ECG മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ECG ചേഞ്ച് ആണ് പ്രൊലോങ്ഡ് PR ഇന്റർവൽ. ക്വസ്റ്റ്യൻ കിട്ടാം. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട ECG ചേഞ്ച് പ്രൊലോങ്ഡ് PR ഇന്റർവൽ. സെക്കൻഡ് ഡിഗ്രി ബ്ലോക്ക് 2 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൊബിറ്റ്സ് ടൈപ്പ് 1ഉം 2 മൊബിറ്റ്സ് ടൈപ്പ് 2. മൊബിറ്റ്സ് ടൈപ്പ് 1ലുള്ള ECG ചേഞ്ച് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കുമായിട്ട് പ്രോഗ്രസീവ് പ്രൊലോങ്ങിങ് ഓഫ് ദി PR ഇന്റർവൽ ആണ്. പ്രോഗ്രസീവ് പ്രൊലോങ്ങിങ് ഓഫ് ദി PR ഇന്റർവൽ വിത്ത് ഒക്കേഷണൽ ഡ്രോപ്പ് ഓഫ്. ഒരു 2-3 PR ഇന്റർവലിന് ശേഷം അല്ലെങ്കിൽ 2-3 ബീറ്റിന് ശേഷം കർഡിയക് സൈക്കിളിന് ശേഷം ഒരു QRS കോംപ്ലക്സും മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. മൊബിറ്റ്സ് ടൈപ്പ് 2-ല് ഇതില് ലെങ്ത് ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രൊലോങ്ങിങ് ഒന്നുമില്ല PR ഇന്റർവെല്. ഡ്രോപ്ഡ് QRS കോംപ്ലക്സ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് QRS കോംപ്ലക്സ് മിസ് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ ലോജിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ECGയിൽ നേരത്തെ ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. തേർഡ് ഡിഗ്രി ബ്ലോക്ക് കംപ്ലീറ്റ് AV ബ്ലോക്ക് എന്നൊക്കെ അറിയപ്പെടും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് തേർഡ് ഡിഗ്രി ബ്ലോക്ക് ആണ്. ഇവിടുത്തെ പ്രധാന ECG ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോ കോർഡിനേഷൻ ബിറ്റ്വീൻ P വേവ്സ് ആൻഡ് QRS കോംപ്ലക്സ്. P വേവ്സും QRS കോംപ്ലക്സും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകത്തില്ല. P വേവ്സ് കുറച്ച് ഫാസ്റ്റർ ആയിട്ട് വരികയും ചെയ്യും. ഇനിയും കുറച്ച് അരിത്മിയാസ്, മേജർ അരിത്മിയാസ് കൂടെ പറഞ്ഞു പോവാം.
ഇതൊക്കെ ആവർത്തിക്കുന്നതാണ് ക്വസ്റ്റ്യനില്. എന്താ പറയുന്നത്, ഏട്രിയൽ ഫിബ്രിലേഷന്റെ ECGയും വേറെ ഏതാണ്, വെൻട്രിക്കുലർ ഫിബ്രിലേഷന്റെ ECG, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയുടെ ECG ഒക്കെ. ഏട്രിയൽ ഫിബ്രിലേഷനിൽ പറയാനാണെങ്കിൽ ECG തന്നെയാണ് മെയിനായിട്ട്. നോ ഡെഫിനിറ്റ് പി വേവ്, ഒരു വ്യക്തമായിട്ട് പി വേവ്സ് കാണത്തില്ല. ഫിബ്രിലേറ്ററി വേവ്സ് ആയിട്ടാണ് വരുന്നത് ബിഫോർ ഈച്ച് QRS കോംപ്ലക്സ്. ഇവിടെ നമുക്ക് QRS കോംപ്ലക്സ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നോ ഡെഫിനിറ്റ് പി വേവ്, ഫിബ്രിലേറ്ററി വേവ്സ് ബിഫോർ ഈച്ച് QRS കോംപ്ലക്സ്. അതാണ് ഏട്രിയൽ ഫിബ്രിലേഷന്റെ ECG എന്ന് പറയുന്നത്. അവിടെ തന്നെ ചെറിയ വ്യത്യാസത്തിൽ ഈ ഫിബ്രിലേറ്ററി മാറിയിട്ട് സോ ടൂത്ത് അപ്പിയറൻസ് ആണ് വരുന്നതെങ്കിൽ, പി വേവ്സ് സോ ടൂത്ത് ആയിട്ട് വരികയാണെങ്കിൽ, അറക്കവാളിന്റെ ഒരു ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അത് ഏട്രിയൽ ഫ്ലട്ടറിന്റെ ECG ആണ്. അതും ചോദിക്കാം. പിന്നെ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, അതിൽ കാണിക്കുന്ന പ്രധാന ECG ചേഞ്ച് എന്ന് പറഞ്ഞാൽ വൈഡ് QRS കോംപ്ലക്സുകളാണ്. ചോദിച്ചിട്ടുണ്ട് വൈഡ് QRS കോംപ്ലക്സ്. ഇതിന്റെയൊക്കെ എന്താ പറയുന്നത്, ഡയഗ്രാം നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ECG നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഏറ്റവും ഫെറ്റൽ ആയിട്ടുള്ള എന്താ പറയുന്നത് അരിത്മിയ എന്ന് പറയാം. VF എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഇടയ്ക്ക് വിട്ടുപോയൊരു പോയിന്റ്, ഏട്രിയൽ ഫിബ്രിലേഷനിൽ വാർഫാരിൻ കൊടുക്കും. അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്, കാരണം അവിടെ ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട്. അല്ലാതെ ആന്റി ഡിസെറിത്മിക്സും കാർഡിയോവേർഷനും കാര്യങ്ങളൊക്കെ ചെയ്യും, അത് അതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമാണ്. VF ന്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഡീഫിബ്രിലേഷൻ ആണ്. ഡീഫിബ്രിലേഷൻ അവൈലബിൾ ആകുന്നതിനും വരെ നമുക്ക് CPR കൊടുക്കാം. പിന്നെ VF ന്റെ പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സ്, മെയിൻ ആന്റി ഡിസെറിത്മിക്സ് ഓഫ് മീൻസ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അമിയോഡെറോൺ ആണ്. അടുത്തത് CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. ECG പ്രധാനപ്പെട്ട ECG ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് അവിടെ കഴിഞ്ഞു. ഇനി CAD, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ നാരോയിങ് ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ CAD എന്ന് പറയുന്നത്. ഏറ്റവും കോമണസ്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ അതീറോസ്ക്ലീറോസിസ് ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ ഒന്ന് അതിന്റെ ECG ചേഞ്ച് തന്നെയാണ്. CADയിൽ ഉണ്ടാകുന്ന ECG ചേഞ്ച് എന്ന് പറഞ്ഞാൽ ST സെഗ്മെന്റ് ഡിപ്രഷൻ, T വേവ് ഇൻവേർഷൻ, ഇതാണ് പ്രധാനമായിട്ട്. ST സെഗ്മെന്റ് ഡിപ്രഷനും T വേവ് ഇൻവേർഷനും ആണ്. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇനി വരാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകൾ MAയും ആൻജിന പെക്ടോറിസും ആണ്. MAയിൽ ST എലിവേഷൻ ആണ് വരുന്നത്. ആൻജിനയിൽ രണ്ടും വരാം, ടൈപ്പ് അനുസരിച്ചിട്ട്. ST എലിവേഷനോ ST ഡിപ്രഷനോ വരാം. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചേക്കുക. പിന്നെ T വേവ് ഇൻവേർഷൻ ഇതിലെല്ലാം കോമൺ ആണ്, കാരണം ഇഷ്കീമിയ ഉണ്ടാകുന്നുണ്ട്, ടിഷ്യൂ ഇഷ്കീമിയ ഉണ്ടാകും, മയോകാർഡിയൽ ഇഷ്കീമിയ ഉണ്ടാകുന്നുണ്ട്. T വേവ് ഇൻവേർഷൻ ഈ മൂന്ന് കേസിലും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കറിയാം ലിപ്പിഡ് പ്രൊഫൈൽസ് പ്രധാനമുണ്ട്. അതീറോസ്ക്ലീറോസിസ് ഒരു പ്രധാന കാരണമായിട്ട് പറഞ്ഞു. ലിപ്പിഡ് പ്രൊഫൈൽസ് നോക്കും. ലിപ്പിഡ് പ്രൊഫൈൽസിൽ പ്രധാനമായിട്ട് കൊളസ്ട്രോളും LDLും HDLും ഒക്കെ നോക്കും. LDL ബാഡ് കൊളസ്ട്രോൾ ആണ്, HDL ഗുഡ് കൊളസ്ട്രോൾ ആണ്. മിനിമം 12 മണിക്കൂർ എന്താ പറയുന്നത് ഫാസ്റ്റിംഗിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ട് ബ്ലഡ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് PTCAയും അല്ലെങ്കിൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയും. പിന്നെ വേറെ എന്താണ് CABGയും വരുന്നത് അല്ലെ. CABGക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മെമ്മറി ആർട്ടറി ആണ്. കോമണസ്റ്റ് ബ്ലഡ് വെസൽ വരുന്നത് സഫേനസ് വെയിൻ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഫോക്കസ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ്. ഓക്കെ, അതോടെ കഴിഞ്ഞു. അടുത്തത് ആൻജിന പെക്ടോറിസ്. ആൻജിന പെക്ടോറിസ് എന്താ പറയുന്നത് മയോകാർഡിയൽ ഇഷ്കീമിയ കൊണ്ടുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ ആണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. അവിടെ ഇൻഫ്രാക്ഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നെക്രോസിസ് ഇല്ല, അങ്ങനെ വന്ന് നമ്മൾ അതിന് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ആൻജിന പെക്ടോറിസിന്റെ പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നൈട്രോഗ്ലിസറിൻ ആണ്. നേരെ മറിച്ച് MAയുടേത് മോർഫിൻ സൾഫേറ്റ് ആണ്, പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ആൻജിന പെക്ടോറിസ് 2-3 പ്രധാനപ്പെട്ട വേരിയന്റ് ഒക്കെ വരുന്നുണ്ട്, പാറ്റേൺസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സ്റ്റേബിൾ ആൻജിന എന്ന് പറയും. സ്റ്റേബിൾ ആൻജിന എന്ന് പറഞ്ഞാൽ എക്സേർഷണൽ ആൻജിന എന്ന് പറയും. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ എക്സേർഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുത്താലോ നൈട്രോഗ്ലിസറിൻ കൊടുത്താലോ ഈ വേദന മാറുകയും ചെയ്യും. രണ്ടാമത്തത് അൺസ്റ്റേബിൾ ആൻജിന. റെസ്റ്റിലും വേദന ഉണ്ടാകാം, പ്രോഗ്രസീവ് ആയിരിക്കും, ഡ്യൂറേഷനും കൂടുതലായിരിക്കും. പ്ലേക്കിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്ന അതിരോമയുടെ പെട്ടെന്നുണ്ടാകുന്ന മോർഫോളജിക്കൽ ചേഞ്ച് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. മൂന്നാമത്തെ ടൈപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. വേരിയന്റ് ആൻജിന അല്ലെങ്കിൽ പ്രിൻസ് മെറ്റൽസ് ആൻജിന എന്ന് പറയും. ഇതിന് വേറെ 2 പേരുമുണ്ട്, വാസോസ്പാസ്റ്റിക് ആൻജിന. കാരണം ഇതിന്റെ കാരണം വാസോസ്പാസം ഓഫ് ദി കൊറോണറി ആർട്ടറി ആണ്. അത് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നൊക്ടേണൽ ആൻജിന എന്നും പറയും. നൈറ്റ് ടൈമിൽ വേദന ഉണ്ടാകാനുള്ള സാധ്യത, അതും എന്താ പറയുന്നത് സെയിം ടൈം ഈച്ച് ഡേ ആവർത്തിക്കാനുള്ള സാധ്യത. പിന്നെ നൈട്രോഗ്ലിസറിൻ ആണ് സാധാരണ കൊടുക്കുന്നതെങ്കിലും ഇവിടെ മെയിനായിട്ട് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് പ്രധാനമായിട്ട് ഈ ടൈപ്പിൽ കൊടുക്കുന്നത്.
ആഞ്ചൈനയുടെ പ്രധാനപ്പെട്ട, കോമൺ ആയിട്ട് പറഞ്ഞാൽ ആഞ്ചൈനയുടെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദന തന്നെയാണ്, ചെസ്റ്റ് പെയിൻ. അത് സബ്സ്റ്റേണൽ ആയിട്ട് ക്രഷിങ് സ്ക്യൂസിങ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ഇടത് സൈഡിലോട്ട്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ആംലോട്ടും ഷോൾഡറിലോട്ടും നെക്കിലോട്ടും പിന്നെന്താ ജോയിലോട്ടും ഒക്കെ റേഡിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഒരു 5 to 15 മിനിറ്റ്സ്, 5 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെയാണ് വേദന നിൽക്കുന്നത്. നേരെ മറിച്ചത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ 30 മിനിറ്റ് കൂടുതൽ വേദന നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് പ്രധാനമായിട്ട് കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ നൈട്രോഗ്ലിസറിൻ ആണ്. നൈട്രോഗ്ലിസറിൻ മാക്സിമം ഒരു 3 ടാബ്ലറ്റ് വരെ കൊടുക്കാൻ പാടുള്ളൂ 5 മിനിറ്റ് ഇടവേളകളിൽ. ഓരോ പ്രാവശ്യം കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ ബ്ലഡ് പ്രഷറാണ് പ്രധാനമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ സൈഡ് എഫക്ട് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ്. തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹെഡ് ഏക്ക് ഇതിന്റെ വേറൊരു സൈഡ് എഫക്ട് ആണ്. അതോടെ കഴിഞ്ഞു. അടുത്തത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ആയിട്ട് നെക്രോസിസ് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ വേദനയൊക്കെ സിമിലർ തന്നെയാണ്, സബ്സ്റ്റേണൽ പെയിൻ ആയിട്ട് തന്നെ വരും. പക്ഷെ വേദനയുടെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, 30 മിനിറ്റ് കൂടുതൽ നിൽക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, അതോടെ വിട്ടുപോയതുമാണ്, കാർഡിയക് എൻസൈംസ് മെയിനായിട്ട് എന്താ പറയുന്നത്, ട്രോപ്പയും ട്രോപ്റ്റിയും ഒക്കെ ഇവിടെ എലിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആഞ്ചൈനയില് ഈ പറഞ്ഞ പോലെ മയോകാർഡിയൽ എൻസൈംസ് മെയിനായിട്ട് CKMB ട്രോപ്പയും ട്രോപ്റ്റിയും ഒന്നും എലിവേറ്റ് ചെയ്യത്തില്ല. അതൊക്കെ അവിടെ നോർമൽ ആയിരിക്കും. കാരണം ഇത് സെൽ ഡെത്ത് ഉണ്ടായാൽ മാത്രമേ, ഇവിടെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ സെൽ ഡെത്ത് ഉണ്ടാകുന്നുണ്ട് ഹാർട്ട് അറ്റാക്കിൽ. അതുകൊണ്ടാണ് ഇതിന്റെ റിലീസ് വരുന്നതും ഇതിന്റെ ലെവൽ കൂടുന്നതും. നേരെ മറിച്ച് ആഞ്ചൈനയില് അതിന്റെ അളവ് നോർമൽ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നൈട്രോഗ്ലിസറിൻ കൊണ്ടോ റെസ്റ്റ് എടുത്താലോ മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ പെയിൻ മാറുകയില്ല. സാധാരണയായിട്ട് മോർണിംഗിലാണ് വേദന ഉണ്ടാകുന്നത്, വേദന മാറുകയില്ല. ഇവിടെ ഒപ്പിയോഡ് അനാൽജസിക്സ് തന്നെ കൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഡ്രഗാണ് മോർഫിൻ സൾഫേറ്റ്. അതിന്റെ ആന്റിഡോട്ടും ചോദിക്കാം, നലക്സോൺ ആണ്. പിന്നെ ഓക്കെ, അതവിടെ കഴിഞ്ഞു. മയോകാർഡിയൽ ഇൻഫ്രാക്ഷനോടെ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഡ്രഗ് ഞാൻ പറഞ്ഞത്, മെയിൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ മോർഫിൻ ആണ്. പിന്നെ ത്രോംബോലൈറ്റിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഹാർട്ട് ഫെയിലുവർ, അടുത്ത ടോപ്പിക്. ഹാർട്ട് ഫെയിലുവർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ പമ്പിങ് എബിലിറ്റി കുറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് ടിഷ്യൂസിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഡിമാൻഡിനനുസരിച്ചിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ എന്താ പറയുന്നത് ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുവർ ഉണ്ട്, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുവർ ഉണ്ട്. ഇത്രയും മനസ്സിലാക്കുക. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുവർ പ്രശ്നം ഉണ്ടായാൽ എഡിമ ഉണ്ടാകുന്നത് ലങ്സിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിംറ്റംസ് ആയിരിക്കും, ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പൾമോണറി എഡിമയുടെ സിംറ്റംസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ചോദിക്കുന്നത് മെയിനായിട്ട് ക്രാക്കിൾസ്, ബ്ലഡ് ടിഞ്ചിഡ് ഫ്രോത്തി സ്പൂട്ടം, പിന്നെന്താണ് ഡിസ്നിയ. അപ്പൊ ആ ഒരു ലങ്സിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അല്ലെങ്കിൽ പൾമോണറിയുടെ എഡിമയുടെ സിംറ്റംസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുവറിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുവറിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെരിഫറൽ എഡിമ, നമ്മുടെ ശരീരത്തിൽ മൊത്തമായിരിക്കും വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പം ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ എഡിമ ഉണ്ടാകുന്ന അതിന്റെ സിംറ്റംസ് ആയിരിക്കും. അതിൽ തന്നെ എടുത്തു പറയേണ്ട പോയിന്റുകളാണ് സെൻട്രൽ വീനസ് പ്രഷർ കൂടുക, അതിന്റെ ഫലമായിട്ട് ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷനും ഓർഗാനോമെഗാലിയും, മെയിനായിട്ട് ഹെപ്പാറ്റോമെഗാലിയും സ്പ്ലീനോമെഗാലിയും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിപെൻഡന്റ് എഡിമയും ഒളിഗോ യൂറിയ പോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോമൺ ആയിട്ട് എടുത്തു പറയാനാണെങ്കിൽ ഹാർട്ട് ഫെയിലുവറിന്റെ പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡിഗോക്സിൻ ആണ്. പിന്നെ ഡയറൂട്ടിക്സും കൊടുക്കും. അടുത്ത ടോപ്പിക്ക് കാർഡിയോജനിക് ഷോക്ക്. കാർഡിയോജനിക് ഷോക്കിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷോക്കിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയ ടാക്കികാർഡിയ, ഹൈപ്പോടെൻഷൻ പ്രധാനപ്പെട്ട സിംറ്റംസ്. പിന്നെ അതുകൂടാതെ പോർ പെരിഫറൽ പൾസസ്, ഒളിഗൂറിയ പോലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കും. ഇവിടെ IABP അല്ലെങ്കിൽ ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് പെരികാർഡൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡറിൽ വരുന്നതാണ്. ഹാർട്ടിന്റെ ലേയേഴ്സിന്റെ ഏറ്റവും പുറത്ത് വരുന്ന പെരികാർഡിയത്തിന്റെ ഇൻഫ്ലമേഷൻ ആണ് പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത്. കാർഡിയക് ടാമോയിഡും ഹാർട്ട് ഫെയിലുവറും ആണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ് എന്ന് പറഞ്ഞൊരു സൈൻ കാണിക്കും. പിന്നെ അതുകൂടാതെ പ്രീകോഡിയൽ പെയിനും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റംസ്. അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് ഈ എൻഡോകാർഡൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയും. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാം. സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതുകൂടാതെ IV ഡ്രഗ് അബ്യൂസേഴ്സ്, എന്താണ് പ്രോസ്തറ്റിക് വാൽവ് ഉപയോഗിക്കുന്നവരിൽ അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ പേഷ്യൻസിലൊക്കെ ഇതിന്റെ റിസ്ക് കൂടുതലായിരിക്കും. പോർട്ടൽ ഓഫ് എൻട്രി ഓർഗാനിസത്തിന് ഓറൽ ക്യാവിറ്റി വഴിയാണ്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും എന്താ പറയുന്നത് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന വളരെ പ്രാധാന്യമുണ്ട്. ലൈക്ക് റൂട്ട് കനാല്, ടൂത്ത് എക്സ്ട്രാക്ഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ. ക്ലാസിക്കൽ സയൻസ് ആണ്. ജാൻവേ ലീഷൻസ് എന്ന് പറഞ്ഞാൽ നോൺ ടെൻഡർ റെഡ് സ്പോട്ട്സ് ആണ്. കയ്യിൽ ചെറിയ ചെറിയ ചുവന്ന കുരുക്കൾ വരും, പക്ഷെ നോൺ ടെൻഡർ ആയിരിക്കും, വേദന ഉണ്ടാവില്ല.
പിന്നെ ഓസ്ലേഴ്സ് നോട്ട്സും അത് ടെൻഡർ ലീഷൻസ് ആയിരിക്കും, ബ്ലഡ് സ്പോട്സ് ആയിട്ട് വരും. സോ ജാനുവൽ ലീഷൻ, ഓസ്ലേഴ്സ് നോട്ട്സ്, ഇത് എന്താ പറയുക വെജിറ്റേറ്റീവ് ലീഷൻസ് ഇന്നർ ലൈനിങ്ങിലും വരാം. എന്ന് വെച്ചാൽ എന്താ പറയുക ഇന്നർ ലൈനിങ്ങിനും വരാന്നല്ല, ഇന്നർ ലൈനിങ്ങിന് വരുന്ന ഇൻഫർമേഷൻ ആണിത്. പക്ഷെ വാൽവിൽ ചെറിയ ചെറിയ വെജിറ്റേറ്റീവ് ലീഷൻസ് ഉണ്ടായിട്ട് അത് ഇളകിയിട്ട് സ്പ്ലീനിക് എംബോളിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ സ്പ്ലീനിക് എംബോളിസം, പെറ്റീക്ക്, പിന്നെ ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസും കോംപ്ലിക്കേഷനുമാണ്. ആന്റി എംബോളിസം സ്റ്റോക്കിങ്സ് ഒക്കെ അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യും. അടുത്തൊരു ടോപ്പിക്കാണ് കാർഡിയക് ടാമ്പോണേഡ് എന്ന് പറയുന്നത്. കാർഡിയക് ടാമ്പോണേഡിൽ ഈ പറഞ്ഞ പോലെ പെരികാർഡിയൽ എഫ്യൂഷൻ ഉണ്ടായിട്ട് ഫ്ലൂയിഡ് കെട്ടിക്കിടന്നിട്ട് ഹാർട്ടിലോട്ട് പ്രഷർ വന്നിട്ട് പ്രത്യേകിച്ച് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എത്താതെ വെൻട്രിക്കുലർ ഫില്ലിംഗ് ഉണ്ടാകാതെ കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്ന അവസ്ഥയാണ്. പ്രധാനപ്പെട്ട സിംറ്റംസ് ആവർത്തിക്കുന്നത് ഏതൊക്കെയാണ്? പൾസസ് പാരഡോക്സസ് ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ്. എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് ഇൻസ്പിറേഷൻ സമയത്ത് സിസ്റ്റോളിക് ബി പി കുറയുന്ന ഒരു അവസ്ഥ. പൾസസ് പാരഡോക്സസ്, മഫിൾഡ് ഹാർട്ട് സൗണ്ട്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് സിംറ്റംസ് ആണ് കാർഡിയക് ടാമ്പോണേഡുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇൻക്രീസ്ഡ് സെൻട്രൽ വീനസ് പ്രഷർ, CVP കൂടുക, നാരോഡ് പൾസ് പ്രഷർ, പിന്നെ ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ, CVP കൂടുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ടെണ്ണം എടുത്തു പറയണം. മഫിൾഡ് ഹാർട്ട് സൗണ്ടും പൾസസ് പാരഡോക്സസ് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക പെരികാർഡിയോസെൻറ്റസിസ് അല്ലെങ്കിൽ പെരികാർഡിയൽ എഫ്യൂഷൻ കൊണ്ട് ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഇവിടെ ചെയ്യും. DVT അടുത്ത ടോപ്പിക്ക്. DVT നമ്മൾ ടോപ്പിക്കായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. DVT ഡീപ്പ് വെയിൻസിൽ ക്ലോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അവിടെ നിന്ന് ഈ ക്ലോട്ട് ഇളകിയിട്ട് എന്താ പറയുന്നത് ട്രാവൽ ചെയ്ത് ലങ്സിൽ പോയി അടിഞ്ഞിട്ട് പൾമോണറി എംബോളിസം ഉണ്ടാകുന്ന സാധനം. അപ്പൊ DVTയുടെ ഇമ്പോർട്ടന്റ് കോംപ്ലിക്കേഷൻ പൾമോണറി എംബോളിസം, വീനസ് സ്റ്റേസിസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ വെയിനിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പൊ അതിലോട്ടെത്തുന്ന എല്ലാം ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സുമാണ്. പ്രഗ്നൻസിയും കോയാഗുലേഷൻ ഡിസോർഡേഴ്സും പിന്നെ എന്താണ് പറയുന്നത് സർജറിക്ക് ശേഷവും ഒക്കെ DVT ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൊമാൻസൈൻ പോസിറ്റീവ് ആയിരിക്കും മിക്ക പേഷ്യൻസിലും DVT ഉള്ള പേഷ്യൻസിൽ. സോ ഹൊമാൻസൈൻ ഇതിൽ DVTയിൽ വരുന്നതാണ്. എന്താ പറയുന്നത് ഡോർസിഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസിന്റെ അവിടെ കാലിന്റെ പാദത്തിന്റെ ഡോർസിഫ്ലെക്സ് ചെയ്യുമ്പോൾ കാഫ് മസിൽസിൽ പെയിൻ ഉണ്ടാകുന്ന സൈനാണ് പോസിറ്റീവ് ഹൊമാൻസൈൻ എന്ന് പറയുന്നത്. ബെഡ് റെസ്റ്റ് ആണ് ഇതിന്റെ പ്രിയോറിറ്റി. മസാജ് ചെയ്യാൻ പാടില്ല. ലെഗ് അല്ലെങ്കിൽ എന്താ പറയുക ലോവർ എക്സ്ട്രിമിറ്റി എലിവേറ്റ് ചെയ്യണം. DVT പമ്പ് അല്ലെങ്കിൽ എന്താ പറയുക ന്യൂമാറ്റിക് കംപ്രഷൻ ഡിവൈസും ആന്റി എംബോളിസം സ്റ്റോക്കിങ്സും അല്ലെങ്കിൽ DVT സ്റ്റോക്കിങ്സും ഉപയോഗിക്കണം. ഹെപ്പാരിൻ കൊടുക്കും. പിന്നെ അതുകൊണ്ട് തന്നെ PTT മോണിറ്റർ ചെയ്യണം. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് അയോട്ടിക് അനൂറിസം. ഓക്കെ, അയോട്ട എന്ന് പറഞ്ഞ ആർട്ടറി കയറി അബ്നോർമൽ ആയിട്ട് ഡയലേറ്റ് ആയിട്ട് അതിനകത്ത് ബ്ലഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് അയോട്ടിക് അനൂറിസം എന്ന് പറയുന്നത്. റപ്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റി ഹൈപ്പർടെൻസീവ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. പൾസ് ഫെൽറ്റ് ഓൺ ദി അബ്ഡോമൻ ഒരു ഇമ്പോർട്ടന്റ് സിംപ്റ്റം ആണ് അയോട്ടിക് അനൂറിസത്തിന്റെ. അടുത്ത ടോപ്പിക്ക് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BP കൂടുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 140 മുകളിലോട്ട് 3 സ്റ്റേജുകളായിട്ട് ഇത് പറയാം. പ്രീ ഹൈപ്പർ ടെൻഷൻ 120നും 140നും ഇടയ്ക്കാണ് BP വരുന്നതെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നും, 140നും 160നും ഇടയ്ക്കാണ് BP വരുന്നതെങ്കിൽ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്നും, 160ന് മുകളിലോട്ട് BP പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്നും പറയും. 180 എബോ ആണെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ ഒരു എന്താ പറയുന്നത് ഒരു സൈലന്റ് കില്ലർ എന്നറിയപ്പെടും. മോസ്റ്റ്ലി അത് പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജുകളിൽ സിംറ്റമാറ്റിക് ആയിരിക്കും. സിംറ്റംസ് കാണിക്കുമ്പോൾ തലവേദന, പ്രത്യേകിച്ച് ഓക്സിപിറ്റൽ ലോബ് ഹെഡേക്ക് ഒക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കാണിക്കുന്നത്. പിന്നെ എപ്പിസ്റ്റാസിസ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. പ്രായമായവരിൽ എപ്പിസ്റ്റാസിസിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൈപ്പർ ടെൻഷനാണ്. കുട്ടികളിൽ അത് ട്രോമയാണ്. ഡാഷ് ഡയറ്റ് ആണ് ഹൈപ്പർ ടെൻഷനിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ, ഹൈപ്പർ ടെൻഷനോടെ കഴിഞ്ഞു. പെരിഫറൽ വാസ്കുലർ ഡിസോർഡേഴ്സ് പ്രധാനമായിട്ട് 2 ഉള്ളത്. ഒന്ന് റെയ്നോഡ്സ് ഡിസീസും 2 ബർഗേഴ്സ് ഡിസീസും. റെയ്നോഡ്സ് ഡിസീസിൽ പറയേണ്ട കാര്യം ഡെഫിനിഷൻ തന്നെ ചിലപ്പോൾ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. വാസോസ്പാസം ഓഫ് ആർട്ടറീസ് ആൻഡ് ആർട്ടീരിയൽസ് ഓഫ് ദി അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ്. കൈകളുടെയും കാലുകളുടെയും എക്സ്ട്രിമിറ്റി അങ്ങനെയല്ല, കൈകളുടെയും കാലുകളുടെയും ആർട്ടറീസും ആർട്ടീരിയോൾസും ഇതിനുണ്ടാകുന്ന വാസോസ്പാസമാണ്. ഇത് ഇന്റർമീഡിയന്റ് ആയിട്ട് വരാം. കോൾഡ് എക്സ്പോഷറും പിന്നെ എന്താണ് സ്ട്രെസ്സും ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്മോക്കിങ്ങും. കോൾഡ് ആൻഡ് സ്ട്രെസ് ആണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അവർ ഒഴിവാക്കണം. വാസോ ഡയലേറ്റേഴ്സ് കൊടുക്കും, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തണുപ്പ് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇന്റർവെൻഷനും കൂടെയാണ്. പിന്നെ ബർഗേഴ്സ് ഡിസീസ്, ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ്. ഇതിന്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ് ചോദിക്കും. ഈ 2 കേസിലും പെരിഫറൽ പൾസസ് ഡിമിനിഷ്ഡ് ആവും. അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ട്രീറ്റ്മെന്റ് ഗോളാണ്. ഇടയ്ക്ക് വിട്ടുപോയ ഒരു ടോപ്പിക്ക്
വെരിക്കോസ് വെയിൻ ആണ്. വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു പോയിന്റ്, ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ്. നമ്മൾ DVT-യിൽ എന്താ പറയുന്നത്, ഹൊമാൻസൈൻ പറഞ്ഞ പോലെ ഇവിടെ ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ട്രെൻലൻബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ബെഡ് റെസ്റ്റ്, എക്സ്ട്രിമിറ്റി എലിവേറ്റ് ചെയ്യുക, ലോവർ എക്സ്ട്രിമിറ്റി എലിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ്, ഒന്ന് സ്ക്ലീറോതെറാപ്പിയാണ്, സ്ക്ലീറോസൈസിങ് ഏജന്റ് ഇഞ്ചക്ട് ചെയ്തിട്ട് വെയിൻ ക്ലോസ് ചെയ്യുന്ന പ്രൊസീജിയർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൻ ലൈഗേഷൻ ആൻഡ് സ്ട്രിപ്പിംഗ്. ഇത് രണ്ടും ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഫാർമക്കോളജിയും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. ആദ്യത്തേത് കാർഡിയക് ഗ്ലൈക്കോസൈഡ് കാറ്റഗറിയിൽ വരുന്നത് ഡിഗോക്സിൻ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം ലനോക്സിൻ. ഡിഗോക്സിൻ ഒരു പോസിറ്റീവ് അയനോട്രോപിക് ഡ്രഗ് ആണ്. കാരണം ഇത് കാർഡിയക് കൺട്രാക്ടിലിറ്റി കൂട്ടും, അതുകൊണ്ടാണ് ഇത് ഹാർട്ട് ഫെയിലിയറിലും കൊടുക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഇതിന് നെഗറ്റീവ് ക്രോണോട്രോപിക് എഫക്റ്റും ഉണ്ട്, ഹാർട്ട് റേറ്റ് കുറയ്ക്കും. നെഗറ്റീവ് ക്രോണോട്രോപിക് എഫക്റ്റ്, അതുകൊണ്ടാണ് എപ്പിക്കൽ പൾസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. സോ എപ്പിക്കൽ പൾസ് ചെക്ക് ചെയ്യണം. 60 to 100 ഇടയ്ക്കാണ് ഐഡിയൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. 60 ബിലോ അഡൾട്ടിൽ ഒരു കാരണവശാലും ഡിഗോക്സിൻ കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതിനൊരു തെറാപ്യൂട്ടിക് ലെവൽ ഉണ്ട്. തെറാപ്യൂട്ടിക് വാല്യൂ 0.5 to 2 നാനോഗ്രാം/ml ആണ്. അപ്പം 2 നാനോഗ്രാമിൽ കൂടുമ്പോൾ അതിനെ ഡിഗോക്സിൻ ടോക്സിസിറ്റി ആവും എന്ന് പറയും. ഡിഗോക്സിൻ ടോക്സിസിറ്റിയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ് വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ്. ഹാലോസ് അറൌണ്ട് ലൈറ്റ്, എസ്പെഷ്യലി ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ഹാലോസ് അറൌണ്ട് ലൈറ്റ്, പിന്നെന്താണ് ഡിപ്ലോപ്പിയ, ബ്ലഡ് വിഷൻ പോലുള്ള വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ് പ്രധാനപ്പെട്ട സിംറ്റം. അതുകൂടാതെ ബ്രാഡികാർഡിയ, ഡയറിയ, നോസിയ, വോമിറ്റിംഗ് പോലുള്ള സിംറ്റംസും ഡിഗോക്സിൻ ടോക്സിസിറ്റിയിൽ കാണിക്കും. ഡിഗോക്സിൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അതിന് ഹോളിഡേ മെത്തേഡ് എന്ന് പറയും. ഒരു 5 ദിവസം കൊടുത്തതിന് ശേഷം 2 ദിവസം കൊടുക്കാതിരിക്കുക. കാരണം കിഡ്നിക്ക് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹോളിഡേ മെത്തേഡിൽ കൊടുക്കുന്ന ഡ്രഗ് ഡിഗോക്സിൻ ആണ്. അതുപോലെ തന്നെ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യന്റ്, പ്രധാനമായിട്ട് ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻസിൽ ഡിഗോക്സിൻ ഓൺ ട്രയൽ കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ഡിഗോക്സിൻ ടോക്സിസിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യമാണ് പ്രധാനമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഇലക്ട്രോലൈറ്റ്. 3.5 താഴെയാണെങ്കിൽ ഒരു കാരണവശാലും ഡിഗോക്സിൻ കൊടുക്കാൻ പാടില്ല. ഡിഗോക്സിന്റെ ആന്റിഡോട്ട് ഡിജിബാൻഡ് ആണ്. ഓക്കെ, അപ്പൊ അതോടെ കഴിഞ്ഞു. ഇനി ആന്റി ഹൈപ്പർടെൻസീവ്സ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഡയൂറിറ്റിക്സും ആന്റി ഹൈപ്പർടെൻസീവ്സിൽ വരുന്നതാണ്. പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആണ് എന്താ പറയുന്നത്, തയാസൈഡ് ഡയൂറിറ്റിക്സ്, ക്ലോർതൈറോഡോൺ ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അത്ര ഒരു എന്താ പറയുന്നത് ഇമ്മീഡിയറ്റ് ഡയൂറസിസിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് അല്ല. അത് നമ്മൾ ലൂപ്പ് ഡയൂറിറ്റിക്സ് തന്നെയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും. ഇവിടെ ഹൈപ്പർ കാൽസ്യം, സാധാരണ രീതിയിൽ ഹൈപ്പോകാൽസ്യമിയാണ് എല്ലായിടത്തും വരുന്നത്. ബാക്കി ഹൈപ്പോകലീമിയം വേറെ എന്താണ് പറയുന്നത്, ഹൈപ്പോനട്രീമിയ ഒക്കെ ഇവിടെയും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഹൈപ്പർ കാൽസ്യമി ഉണ്ടാവും തയാസൈഡ് ഡയൂറിറ്റിക്സിൽ. ലൂപ്പ് ഡയൂറിറ്റിക്സിന്റെ എക്സാമ്പിൾസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രൂസമൈഡ് അല്ലെങ്കിൽ ലാസിക്സ് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ഹൈപ്പോകലീമിയാണ്, പൊട്ടാസ്യത്തിന്റെ ലെവൽ കുറയാൻ. സോ പൊട്ടാസ്യം റിച്ച് ഫുഡൊക്കെ കൊടുക്കേണ്ടി വരും ഇത് എടുക്കുന്ന പേഷ്യൻസിന്. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് സ്പൈറനോലാക്ടോൺ എക്സാമ്പിൾ ആയിട്ട് വരുന്ന പൊട്ടാസ്യം സ്പെയറിംഗ് അല്ലെങ്കിൽ പൊട്ടാസ്യം റീറ്റൈൻ ഡയറോട്ടിക്. ബാക്കിയുള്ളതിന് വ്യത്യാസമായിട്ട് ഇവിടെ പൊട്ടാസ്യത്തിനെ റീറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ കലീമിയ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് ആണ്. പൊട്ടാസ്യം 5 മുകളിലോട്ട് കയറുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. ഓസ്മോട്ടിക് ഡയറോട്ടിക് 4ാമത്തെ കാറ്റഗറി. പ്രധാനമായിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗാണ് മാനിറ്റോൾ. നമുക്കറിയാം ഇൻക്രീസ്ഡ് ICPയുടെ ഡ്രഗ് ഓഫ് ചോയ്സും കൂടാണ്. ബാക്കിയുള്ള ആന്റി ഹൈപ്പർടെൻസീവ്സിൽ പ്രധാനപ്പെട്ടതൊക്കെ എടുത്തു പറയാൻ ഒരു എക്സാമ്പിൾസ് അങ്ങനെയൊക്കെ ചോദിക്കാം. എന്താ പറയുന്നത്, ACE ഇൻഹിബിറ്റേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് അല്ലെ, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് ACE ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന അങ്ങനത്തെ പ്രില്ലിൽ അവസാനിക്കുന്നത് അല്ലെ, എന്ന് വെച്ചാൽ ക്യാപ്റ്റോപ്രിൽ, എനാലാപ്രിലൊക്കെ ACE ഇൻഹിബിറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, എല്ലാ ആന്റി ഹൈപ്പർടെൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെൻഷൻ ആണ്, BP കുറയുക എന്നുള്ളതാണ്. അപ്പം അത് ഇവിടെയും അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അതുപോലെ അതുമായിട്ടൊരു സിമിലർ കാറ്റഗറിയാണ്, പക്ഷെ വ്യത്യാസമുണ്ട് മെക്കാനിസം ഓഫ് ആക്ഷനിൽ. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ARBs എന്ന് പറയും. ടാൻ എന്ന് അവസാനിക്കുന്നതെല്ലാം ഈ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, എന്നാലും പ്രധാനമായിട്ട് ടാനിലാണ് ഇതിന്റെ ഈ ഡ്രഗുകൾ അവസാനിക്കുന്നത്. ടെർമിസാർട്ടൻ, ഓൾമിസാർട്ടൻ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തൊരു കാറ്റഗറി ആന്റി ഹൈപ്പർടെൻസീവ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. പ്രൊപ്പനലോള്, എറ്റനലോളൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അല്ലെ. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്താ പറയുന്നത്, മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അമിലോഡിപ്പിൻ ഉണ്ട്, നിഫിഡിപ്പിൻ ഉണ്ട്, വെറാപ്പാമിലുണ്ട്. ഇതെല്ലാം എന്താ പറയുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ വരുന്ന ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണ്. ഒരു എന്താ പറയുക കാറ്റഗറി കൂടെ പറയാം. കാറ്റഗറി മീൻസ് ആന്റി ഹൈപ്പർടെൻസീവ് അല്ല, ആന്റി ലിപ്പിഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ നമുക്കറിയാം സ്റ്റാറ്റിൻ, അട്രോവാസ്റ്റാറ്റിൻ ഒക്കെ വരുന്ന സ്റ്റാറ്റിൻ കാറ്റഗറി എന്ന് വെച്ചാൽ മെയിനായിട്ട്
ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL-നെയും പിന്നെ അതുകൂടാതെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാറ്റഗറി ഡ്രഗാണ് ആന്റി ലിപ്പിഡ് ഡ്രഗ്സ്. സ്റ്റാറ്റിൻ എന്നാണ് ഈ ഡ്രഗുകൾ അവസാനിക്കുന്നത്. അപ്പൊ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഈ 2 വീഡിയോസും ആദ്യമായിട്ട് ഈ ടോപ്പിക്കുകൾ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് തന്നെ ഏകദേശം 150 പേരോളം എന്താ പറയുന്നത് DHSന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എത്രയോ ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, സ്വന്തമായിട്ട് അതിൽ കൂടുതൽ ആൾക്കാർ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ലാസ്റ്റ് മിനിറ്റിൽ പ്രത്യേകിച്ച് നമുക്ക് ലിമിറ്റേഷൻ വന്നുപോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്യാവശ്യം എല്ലാ ചാപ്റ്ററുകളും ഒന്ന് കവർ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ആ പ്ലാൻ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് മിനിറ്റ് ആയിപ്പോയി. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പഠിച്ചവർക്ക്, ആ ഓൾറെഡി നന്നായിട്ട് പഠിച്ചു വെച്ചവർക്ക് ഒന്ന് ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒന്ന് ഒരു ഓട്ടപ്രദർശനത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ മാത്രമാണ്. എന്ന് വെച്ചാൽ പോയിന്റുകളൊക്കെ ഒന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോന്നോ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ആ സ്പീഡ് അവിടെ വന്നത്. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ പോയിന്റ് പറയുക എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. സോ അതിന്റെ ലിമിറ്റേഷൻ ഈ 2 വീഡിയോയിലും ഉണ്ട്. അപ്പൊ ഇതിവിടെ എന്തായാലും നിർത്തും. ഇതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്കുകൾ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് ഒബ്സ്റ്റെക്സിന്റെ ടെർമിനോളജി ആയിരുന്നു. അത് അതിന്റെ പാർട്ടുകളായിട്ട് ഒബ്സ്റ്റെക്സിന്റെ മാത്രമല്ല, ഇനി ടെർമിനോളജീസ് ഞാൻ എല്ലാ സബ്ജക്റ്റുകളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ബെനിഫിറ്റ് ആവും തീർച്ചയായിട്ടും ഇതുപോലുള്ള എക്സാംസിന്. അപ്പൊ അതിങ്ങനെ പാർട്ടുകളായിട്ട് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ ടോപ്പിക്കുകൾ കണ്ടിന്യൂ ചെയ്യും, മെമ്പേഴ്സ് ഉള്ളിൽ ക്വസ്റ്റ്യൻസുകൾ കണ്ടിന്യൂ ചെയ്യും. അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത്, ഈ 2 വീഡിയോസ് DHSകാർക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെയല്ല, ഇത് മുന്നോട്ട് ഈ വീഡിയോ അവിടെ തന്നെ കിടക്കും. പിന്നീടാണെങ്കിലും എയിംസിനാണെങ്കിലും വേറെ ഏത് എക്സാം വരുന്നവർക്കാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വീഡിയോ ആയിരിക്കും. സോ അങ്ങനെ